എന്തിനാ നിനക്ക് പറ്റിയ മക്കളെ? എന്തിനു പറ്റി? അത് പിന്നത്തെ എന്റെ ലവറിന്റെ ചേർത്ത് എടുത്തിട്ട് പൂസിയത്. എന്തിനാ നിനക്ക് പറ്റിയത്? പിന്നതാ എന്റെ ലവറിന്റെ ചേട്ട എടുത്ത് തൂക്കിയതാണ്. അത് പിന്നെ അമ്മ ലവറിന്റെ ചേട്ടൻ അച്ഛാ പ്രതികാരപ്പം. മക്കളെ ഇതൊന്നും പോയാടാ നിനക്ക്. എടാ അനിയ പ്രതികാരം കിട്ടിയെന്ന് ചുണ്ടോടക്കാരും മര്യാദ പ്രതികാരം എന്താ മക്കളെ? പ്രതികാര കടയിൽ 100 രൂപ ഉള്ളു, 1 കിലോ പോയി വാങ്ങിച്ചോ. നാശം പിടിച്ച തള്ള. ഇനിയിപ്പോ പ്രതികാരത്തിന് ആരെ വിളിക്കും? പാണ്ഡ്യമുത്തിനെ വിളിക്കാം. കഞ്ചാവ് ചുണ്ടോടക്കുന്ന പാണ്ഡ്യമുത്തിനാണ് നിങ്ങളിപ്പോ വിളിക്കാൻ പോകുന്നത്. ഇനിയിപ്പോ ആരെ വിളിക്കും? ഒരു 10,000 രൂപ തന്ന ഒരാളെ സെറ്റാക്കാം. വേണ്ട മക്കളെ, നോ ചാൻസ്. വീഡിയോ എടുത്തിട്ട് ഒരു 5,000 കാണൂ. അതും വേണ്ട മക്കളെ, നോ ചാൻസ്. ഒരു 500 അതും വേണ്ട മക്കളെ. അച്ഛാ ഒരാളെ കിട്ടി. കോഴിവള ലാലു. കോഴിവള ലാലു. കോഴിവള ലാലു. കോഴിവള ലാലു. കോഴിവള ലാലു. അമ്മ അച്ഛനെ പോയിട്ട് വട്ടാ. മക്കളെ പോയിട്ട് വാ, നല്ലതായിട്ട് കിട്ടും. എന്നാൽ ഈ കോഴിവള ലാലു എവിടെ പോയി? ചേച്ചി ഈ കോഴിവള ലാലുവിൻ്റെ വീട് എവിടെ? അതിനോടാ നേരെ പോയാൽ മതി. നേരെയാ? തോന്നിക്കൊരു കോഴിവള ലാലു. ഇതത്രേ കോഴിവള ലാലു. ലാലു മാമ അച്ഛൻ പറഞ്ഞിട്ട് വന്നാണ് ഞാൻ. ബാബു പറഞ്ഞിട്ട് വന്നായിരിക്കുമല്ലേ? ഓ മാമ തന്നെ. മാമ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും വരാൻ പറ്റൂല, എനിക്കിവിടെ കുറേ പണിയുണ്ട്. എനിക്ക് വരാൻ പറ്റില്ല, പക്ഷെ ഞാൻ എന്റെ ട്രിക്കൊക്കെ നമുക്ക് പറഞ്ഞു തരാം. അത് മതി. സ്റ്റെപ്പ് നമ്പർ 1. ചുമ്മാ ഒരു രസം. ഒന്നാമത്തെ നമ്മളിനി എല്ലാ ട്രെയിലും ഇനി നമ്മളുണ്ട് ഫൈറ്റ്. മനുഷ്യ തുണി വീണാൻ ചപ്പാത്തി വരുത്തണ്ടേ? എന്റെ കവി ഞാൻ നിങ്ങളാ എന്തൊക്കെയായിരുന്നു കരയാട്ട പഠിക്കാൻ കല്യാണം കഴിച്ച ഹണിമൂൺ പോയി. എടാ മോനെ, അവൻ ഹണിമൂണിനോട് പോയാ യുക്കിലല്ലേ? യുക്കി കയറി അടിക്കണം അവനെ. അച്ഛാ നിങ്ങൾക്ക് അവനെ യുക്കിൽ കയറ്റി ജോലി ഏൽപ്പിക്കണില്ലേ? മക്കളെ എന്നടുത്ത് പറയല്ലേ, ആയിട്ട് മുട്ടക്കറി വാങ്ങിച്ചിട്ട് ബറോട്ട്. നിന്റെ തള്ള എല്ലാം പൊട്ടിച്ചടാ. അവനെ